പൊതുയോഗത്തിൽ ഉയർന്ന അസ്വാരസ്യങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് കുറവലങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റബ്ബർ കർഷക സംരംഭമായ ഗൈക്കോ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലെത്തി. റബ്ബർ ബോർഡ് അംഗവും കേരള കോൺഗ്രസ് എം നേതാവുമായ ടി.വി. അബ്രഹാം പ്രസിഡന്റും മോനപ്പള്ളി മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് മരങ്ങാട്ടുപള്ളി മണ്ഡലം പ്രസിഡന്റുമായ ഹോർമിസ് ജേക്കബ്, കേരള കോൺഗ്രസ് കിടങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഒരാഴ്ചയായി ഗൈക്കോയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വരുന്നത്. എം.എസ്. ജോസ് പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് രാജിവെച്ച് ഒഴിഞ്ഞത്. പ്രവർത്തനത്തിന്റെ 2 പതിറ്റാണ്ടോടടുക്കുന്ന ഗൈക്കോ സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിലച്ച സാഹചര്യത്തിൽ ലേ ഓഫ് പ്രഖ്യാപിച്ചാണ് മാസങ്ങളായി ഗൈക്കോ പ്രവർത്തനം നടത്തിയിരുന്നത്. ക്രാന്തദർശിയും തികഞ്ഞ ഗാന്ധിയനുമായിരുന്ന ഫാദർ പോൾ പഴയമ്പിള്ളിയുടെ ശ്രമഫലമായാണ് ഗൈക്കോ പ്രസ്ഥാനം കുറവലങ്ങാട് കേന്ദ്രമായി രൂപം കൊണ്ടത്. ഗൈക്കോയുടെ തണലിൽ രൂപപ്പെട്ട ഗാന്ധിക റബ്ബേഴ്സ് ലിമിറ്റഡ് എന്ന പ്രസ്ഥാനം മുമ്പേ തന്നെ പൂട്ടപ്പെട്ടിരുന്നു. പ്രസ്ഥാനം കടമെടുത്ത പണത്തിനുവേണ്ടി നിയമ നടപടികൾ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ GRL നേരിടുകയുമാണ്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളതായാണ് ഗൈക്കോയുടെ ഇപ്പോഴത്തെ പ്രവർത്തന കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആസ്തി വകകൾ വിലയിരുത്തുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള കഴിവ് ഗൈക്കോയ്ക്കുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗൈക്കോയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ടി.വി. അബ്രഹാം പറയുന്നു. ഞാൻ പ്രസിഡന്റും ശ്രീ ഹോർമീസ്, ശ്രീ പ്രദീപ് എന്നിവർ കമ്മിറ്റി അംഗങ്ങളുമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചാർജ് എടുത്തിട്ട് 8 ദിവസം ആയിട്ടുണ്ട്. ഇതിനോടകം ഗൈക്കോയുമായി ബന്ധപ്പെട്ട ഓഫീസ് സ്റ്റാഫ്, ഫാക്ടറി തൊഴിലാളികൾ, RPS സംഘത്തിൻ്റെ പ്രതിനിധികൾ, മുൻ ബോർഡ് മെമ്പേഴ്സ് എന്നിവരുമായി പ്രത്യേകം ചർച്ചകൾ നടത്തി ഇതിൻ്റെ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.